കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വലിയൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടാണ് അവസാനിപ്പിച്ചത്. AI അക്കൗണ്ടന്റുകളുടെ ജോലി ഇല്ലാതാക്കുമോ? ആൻഡ് ഇന്ന് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സിൻ്റെ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ആസ്പെക്റ്റുകൾ ചെക്ക് ചെയ്യാം. ആദ്യമായി റൂട്ടീൻ ടാസ്കുകളിലൂടെ ഓട്ടോമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഡേറ്റ എൻട്രി, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് പോലെയുള്ള റൂട്ടീൻ ടാസ്കുകളെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിൽ AI വളരെ എഫക്റ്റീവാണ്. ഹ്യൂമൻ വർക്കേഴ്സിന് ഇങ്ങനെയുള്ള ഓട്ടോമേഷനിലൂടെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ട ടാസ്കുകളിൽ നിന്നും ഫ്രീ ആയി വാല്യൂ ആഡഡ് ടാസ്കുകളിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓട്ടോമേഷൻ പ്രോസസ്സുകളുടെ ഫ്യൂച്ചർ നോക്കിയാൽ എഫിഷ്യൻസി കൂടുകയുള്ളൂ. എന്നാൽ അതിലൂടെ അക്കൗണ്ടൻസിനെ റീപ്ലേസ് ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല. പകരം അക്കൗണ്ടിംഗ് ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. അതായത് AIക്ക് ചെയ്യാൻ കഴിയാത്ത ജോലികൾ ലൈക്ക് സ്ട്രാറ്റജിക് ആൻഡ് അഡ്വൈസറി ഫംഗ്ഷനിങ് അക്കൗണ്ടന്റുകളുടെ മേജർ റെസ്പോൺസിബിലിറ്റീസ് ആയി വന്നേക്കാം. അടുത്ത ഫാക്ടറാണ് എൻഹാൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് AI ടൂൾസിൻ്റെ സഹായത്തോടെ ലാർജ് ക്വാണ്ടിറ്റി ഡേറ്റ അനലൈസ് ചെയ്ത് ആക്യുറേറ്റും എഫിഷ്യൻറ്റുമായ ഡിസിഷനുകൾ ബിസിനസ്സിൽ എടുത്തിരുന്നു. ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ നോക്കിയാൽ അക്കൗണ്ടന്റുകൾ തീർച്ചയായും AIയുടെ സഹായത്തോടെ ഡേറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ് തന്നെ തുടരും. ഈ എഫിഷ്യൻസി ബുദ്ധിപൂർവ്വം തൻ്റെ ജോലിയിൽ ഉൾപ്പെടുത്തിയാൽ അക്കൗണ്ടന്റുകൾക്ക് ബെറ്റർ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും ഹ്യൂമൻ വർക്കേഴ്സിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അടുത്തായി വരുന്ന ഒരു ഫാക്ടറാണ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് കംപ്ലയൻസ്. AI സിസ്റ്റമുകൾക്ക് ഫ്രോഡ് ഡിറ്റക്ഷനിലും കംപ്ലയൻസിലുമുള്ള എഫിഷ്യൻസി പല രീതിയിൽ നമ്മൾ കാണുന്നതാണ്. ഇത്തരത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെങ്കിലും ഹ്യൂമൻ അക്കൗണ്ടൻസിൻ്റെ എത്തിക്കൽ സൈഡ് ഒരിക്കലും AIക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ടന്റുകൾ AIയുടെ എഫിഷ്യൻസി ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. അഡ്വൈസറി ആൻഡ് സ്ട്രാറ്റജിക് റോൾസ് ആണ് നാലാമത്തെ ഫാക്ടർ. ഇന്ന് അഡ്വൈസറി റോളുകളിലേക്ക് ഒരുപാട് അക്കൗണ്ടന്റുകൾ മാറുന്നുണ്ട്. ഡീപ്പ് അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അക്കൗണ്ടന്റുകൾ AI ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ അനലിറ്റിക്കൽ കേപ്പബിലിറ്റിക്ക് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യാനാവില്ല. കാരണം ബിസിനസ്സിലുള്ള മനുഷ്യൻ്റെ അറിവും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും സാഹചര്യത്തിന് അനുസൃതമായ അഡ്വൈസുകളും ഒരിക്കലും AIക്ക് പെർഫോം ചെയ്യാനാവില്ല. എത്തിക്സും ജഡ്ജ്മെൻറ്റൽ ആസ്പെക്റ്റുകളുമാണ് ഫൈനൽ ഫാക്ടേഴ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ആണ് എത്തിക്സും പ്രൊഫഷണലിസവും. കോംപ്ലെക്സ് ഡിസിഷൻസ് എടുക്കാനോ എത്തിക്കലി ചിന്തിക്കാനോ AIക്ക് കഴിയില്ല. മനുഷ്യന് മാത്രമേ അക്കൗണ്ടിങ്ങിൽ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ആസ്പെക്റ്റും നമ്മളെ റീപ്ലേസ് ചെയ്യില്ല. സോ AI എന്തായാലും ഇവിടെയും മാറ്റങ്ങൾ കൊണ്ടുവരും. പക്ഷേ മനുഷ്യനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഓരോ ഫാക്ടേഴ്സും ആനലൈസ് ചെയ്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, അഡ്വൈസറി ആൻഡ് അനലിറ്റിക്കൽ ഫംഗ്ഷനിങ് പോലെയുള്ള ഫാക്ടേഴ്സ് കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജോബ് റോളുകൾ റീഡിഫൈൻ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെയാണ് CA, CMA, ACCA പോലെയുള്ള കോഴ്സുകൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യയിൽ നിന്നും ലോകപ്രിയമുള്ള കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ച് നിങ്ങൾക്കും ഫ്യൂച്ചർ സെറ്റാക്കാം. സോ എൻറോൾ ടുഡേ. സോ AI ഉപയോഗിച്ചാൽ ജോലികൾ ഇല്ലാതാവുകയില്ല, പകരം ബെറ്റർ ആവുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കും AIയുടെ എഫിഷ്യൻസി ഉപയോഗിച്ച് സ്മാർട്ടായി വർക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.